എല്ലാവർക്കും നമസ്കാരം. നമ്മളിതൊരു പുതിയ ടോപ്പിക്കുമാണ് വന്നിരിക്കുന്നത്. ഫാറ്റി ലിവർ ഡിസീസ്. എല്ലാവർക്കും പരിചിതമായ ഒരു വേർഡാണ് ഫാറ്റി ലിവർ ഡിസീസ്. നമ്മുടെ ഇടയ്ക്ക് പല ആളുകളും ഈ ഫാറ്റി ലിവർ ഡിസീസ് അതിനുവേണ്ടിയുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന ആളുകളുണ്ടാവും. അപ്പം നമുക്കിതിനെക്കുറിച്ച് ചെറിയൊരു അവയർനെസ് വേണ്ടത് വളരെ അത്യാവശ്യമാണ്. സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഫാറ്റി ലിവർ ഡിസീസിനെ കുറിച്ചാണ്. ഫാറ്റി ലിവർ ഡിസീസ് നമ്മൾ പറയുന്നത് പോലെ തന്നെ അമിതമായി കൊഴുപ്പ് അടിഞ്ഞുകൂടുന്ന മൂലം ലിവറിലുണ്ടാകുന്ന അസുഖമാണ് ഫാറ്റി ലിവർ ഡിസീസ്. ഫാറ്റി ലിവർ ഡിസീസിനെ നമുക്ക് രണ്ട് രീതിയിൽ ക്ലാസിഫൈ ചെയ്യാവുന്നതാണ്. ഒന്ന് ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ് എന്നും നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ് എന്നും. ഇതിൽ നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസാണ് കൂടുതലായും കണ്ടുവരുന്നത്. ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസിനെ കുറിച്ച് നമുക്കറിയാവുന്ന പോലെ തന്നെ ആൽക്കഹോളിന് അമിതമായ ഉപയോഗമാണ് ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ് ഉണ്ടാകുന്നതിന് പ്രധാനമായിട്ടുള്ള കാരണം. ഇവിടെ ആൽക്കഹോൾ വിഡ്രോ ചെയ്യുക അല്ലെങ്കിൽ ആൽക്കഹോൾ ഉപയോഗം നിർത്തുന്നത് മൂലം വളരെ പെട്ടെന്ന് തന്നെ ഈ അസുഖത്തിൽ നിന്ന് ഭേദമാകാനായിട്ട് കഴിയും. എന്നാൽ നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ് നമ്മൾ കരുതുന്ന പോലെ തന്നെ ആൽക്കഹോൾ ഉപയോഗം കൊണ്ടല്ല നമ്മുടെ ഫുഡ്, ഡയറ്റ്, എക്സസൈസ്, നമ്മുടെ ലൈഫ് സ്റ്റൈൽ എന്നിവ മൂലം ഉണ്ടാകുന്ന ഒരു അസുഖമാണ് നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ്. പ്രധാനമായും നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ് കൂടുതലായി കണ്ടുവരുന്ന മിഡിൽ ഏജ്ഡ് ആയിട്ടുള്ള ആളുകളാണെങ്കിലും ഇപ്പോൾ അതിലും കുറഞ്ഞ ആളുകൾ, അതായത് ഏർലി അഡൽട്ട് ആയിട്ടുള്ള ആളുകൾ, 35 വയസ്സിന് മുൻപ് അല്ലെങ്കിൽ 35 വയസ്സിന് ശേഷമുള്ള ആളുകൾ കൂടുതലായും കണ്ടുവരുന്നുണ്ട്. ഇത് പുരുഷന്മാരിലാണ് സ്ത്രീകളെ അപേക്ഷിച്ച് കൂടുതലായും കണ്ടുവരുന്നത്. ഇത് പ്രധാനമായും അമിതവണ്ണമുള്ള അല്ലെങ്കിൽ ഒബീസ് ആയിട്ടുള്ള ഓവർ വെയിറ്റ് ഉള്ള ആളുകളിൽ, കൂടുതലായി വലിയ ഫാറ്റുള്ള ആളുകളിൽ, ടൈപ്പ് 2 ഡയബറ്റീസ് പോലുള്ള അസുഖമുള്ള ആളുകളിൽ, അതുപോലെ തന്നെ സ്ത്രീകളിൽ പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രോം അല്ലെങ്കിൽ പോളിസിസ്റ്റിക് ഒവേറിയൻ ഡിസീസ് ഉള്ള ആളുകളിൽ കൂടുതലായും ഈ ഫാറ്റി ലിവർ ഡിസീസ് കണ്ടുവരുന്നു. നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ് അല്ലെങ്കിൽ നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ കണ്ടീഷൻസ് കൂടുതലായും 65 മുതൽ 75% വരെ കൂടുതലായും കണ്ടുവരുന്നത് ഓവർ വെയിറ്റ് ഉള്ള ഒബീസ് ആയിട്ടുള്ള ആളുകളിലാണ്. എന്നാൽ 25% ഈ നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ് കണ്ടുവരുന്നത് നോർമൽ വെയിറ്റ് ഉള്ള ആളുകളിലാണ്. അതുകൊണ്ട് തന്നെ ഈ നോർമൽ വെയിറ്റ് ഉള്ള ആളുകളും ഇതിൽ നിന്നും സ്പെയർ ആവുന്ന അല്ലെങ്കിൽ ഈ പറയുന്ന അസുഖം വരില്ല എന്ന് നമുക്ക് വിചാരിക്കാൻ കഴിയില്ല. ഈ ലിവറിൽ അല്ലെങ്കിൽ ഈ പറയുന്ന പേഷ്യൻറ്റിൻ്റെ ലിവറിൽ എന്തൊക്കെ ചേഞ്ചസ് ആണ് വരുന്നതെന്ന് നമുക്ക് ആദ്യമേ നോക്കാം. പൊതുവെ ലിവറിന് ഒരു ഭാരം നമുക്കറിയാം. ആ ഭാരത്തിലും കൂടുതലായിരിക്കും നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ് ഉള്ള ആളുകളുടെ ലിവറിൻ്റെ ഭാരം എന്ന് പറയുന്നത്. മാത്രമല്ല ഫാറ്റ് സെല്ലുകളിൽ അമിതമായി ടോക്സിക് ഫാറ്റ് പ്രോഡക്റ്റുകൾ അല്ലെങ്കിൽ ഫാറ്റി ആസിഡ്സ് മെറ്റീരിയൽസ്, അതുപോലെ തന്നെയുള്ള ട്രൈഗ്ലിസറൈഡ്, ഇനർട്ട് ട്രൈഗ്ലിസറൈഡിൻ്റെ ഇൻഫിൽട്രേഷൻസ് ആണ് ഫാറ്റി ആസിഡ് ലിവർ ഡിസീസിന് പ്രധാനമായിട്ടുള്ള അല്ലെങ്കിൽ ഫാറ്റി ലിവർ ഡിസീസിന് പ്രധാനപ്പെട്ട ചേഞ്ചസ് ആയി നമുക്ക് കാണാൻ കഴിയുന്നത്. സ്റ്റിയറ്റോസിസ് എന്ന് പറയുന്ന അവസ്ഥയിലൂടെയാണ് ആദ്യമേ കടന്നു പോകുന്നത്. ഇത് എന്താണെന്ന് ചോദിച്ചാൽ സാധാരണഗതിയിൽ ഉണ്ടാകുന്ന ഫാറ്റ് ഡെപ്പോസിറ്റ് അല്ലെങ്കിൽ ഇനേർട്ട് ആയിട്ടുള്ള ട്രൈഗ്ലിസറൈഡിന്റെ ഡെപ്പോസിറ്റ്സ് നമ്മുടെ ലിവർ സെല്ലുകളിൽ കാണപ്പെടുന്നു. ഇത് റിവേഴ്സിബിൾ ആയിട്ടുള്ള ഒരു പ്രോസസ്സ്, അല്ലെങ്കിൽ നമുക്ക് ഇതിനെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് കഴിയും. കൃത്യമായിട്ടുള്ള ലൈഫ് സ്റ്റൈൽ മെയിൻ്റനൻസ്, അതുപോലെ കൃത്യമായിട്ടുള്ള ഡയറ്റ് മാനേജ്മെന്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ കടന്നു പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ റിവേഴ്സിബിൾ ആക്കി കൊണ്ടുവരാനായിട്ട് കഴിയും. അടുത്തത് ഇതിന്റെ സെക്കൻഡ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ സ്റ്റിയറ്റോട്ടിക് ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്ന അവസ്ഥയിലേക്കാണ് പോകുന്നത്. അവിടെ സംഭവിക്കുന്നത് ലിവർ സെല്ലുകളിൽ ഇഞ്ചുറി സംഭവിക്കുകയും അത് പിന്നെ ഇൻഫ്ലമേറ്ററി ചേഞ്ചസിലേക്ക് മാറുകയും ചെയ്യും. ഇതിന് ശേഷം നമുക്ക് നോക്കിയാൽ ഈ ഇഞ്ചേർഡ് ആയിട്ടുള്ള ലിവർ സെല്ലുകൾ പതുക്കെ ഫൈബ്രോയിസ്ഡ് ആയി മാറുകയും ഇതിന്റെ 4ാമത്തെ സ്റ്റേജിലേക്ക് കടക്കുന്നത് ലിവർ സിറോസിസിലേക്കാണ്. ലിവർ സിറോസിസിന് ശേഷം അത് ഹെപ്പറ്റോ സെല്ലുലാർ കാർസിനോമയിലേക്ക് ലീഡ് ചെയ്യുന്ന ഇങ്ങനെ ഒരു രീതിയിലാണ് നമുക്ക് ലിവർ ചേഞ്ചസ് ഈ ഫാറ്റി ലിവർ ഡിസീസിൽ അല്ലെങ്കിൽ നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസിൽ കാണാൻ കഴിയുന്നത്. പൊതുവെ ആൽക്കഹോളിക് ആയിക്കോട്ടെ നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ് ആയിക്കോട്ടെ, ആളുകളിൽ ലക്ഷണങ്ങളൊന്നും തന്നെ കാണാതെ ഇരിക്കുന്ന ഒരു രീതിയാണ് ഈ അസുഖത്തിന്റെ പ്രത്യേകത. എസിംറ്റമാറ്റിക് നേച്ചർ ഉള്ള ഒരു അസുഖമാണ്. എന്നാൽ ചില ആളുകളിൽ അമിതമായിട്ടുള്ള ക്ഷീണം ഉണ്ടാവുക, വയറിന്റെ വലതേ ഭാഗത്ത്, അതായത് വലത്തെ മുകൾ ഭാഗത്തായി ചെറിയ രീതിയിലുള്ള വേദനയോ അല്ലെങ്കിൽ ഒരു ഡിസ്കംഫർട്ട് ഫീലിംഗോ ഉണ്ടാവുക, ചില ആളുകൾക്ക് വോമിറ്റിംഗ് സെൻസേഷൻ ഉണ്ടാവുക, വിശപ്പ് കുറയുക, ഇങ്ങനെയുള്ള ലക്ഷണങ്ങളാണ് സാധാരണഗതിയിൽ കാണിച്ചു വരുന്നത്. ഇത് ആരും തന്നെ അത്ര വലിയ കാര്യമായിട്ട് എടുക്കാറുള്ളതല്ല. ഇത് പിന്നീട് അഡ്വാൻസ്ഡ് സ്റ്റേജിലേക്ക് പോകുമ്പോഴാണ് ശരീരത്തിന്റെ കളർ വ്യത്യാസം അല്ലെങ്കിൽ മഞ്ഞ നിറം, നമ്മളതിനെ ജോണ്ടിസ് അല്ലെങ്കിൽ മഞ്ഞപ്പിത്തം എന്ന് പറയും. അതുപോലെ തന്നെ മൂത്രത്തിന് ഉണ്ടാവുന്ന ചേഞ്ചസ്, നമ്മുടെ മലവിസർജനത്തിൽ ഉണ്ടാവുന്ന ചേഞ്ചസ് ഒക്കെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ഇത് പതിയെ പതിയെ ഒരു പോർട്ടൽ ഹൈപ്പർ ടെൻഷൻ പോലുള്ള അവസ്ഥയിലേക്കും അല്ലെങ്കിൽ ഹൈപ്പർ ടെൻഷൻ പോലുള്ള അവസ്ഥയിലേക്ക് ലീഡ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. പറഞ്ഞതുപോലെ ഈ ഒബിസിറ്റി അല്ലെങ്കിൽ ഓവർ വെയിറ്റ്, ഡയബറ്റീസ് മെലിറ്റസ്, ടൈപ്പ് 2 ക്ലാസ്, ഇങ്ങനെയുള്ള PCOS പോലുള്ള അസുഖങ്ങളുള്ള ആളുകളിലാണ് സാധാരണ ഇത് കണ്ടുവരുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെയുള്ള അവസ്ഥകളുമായിട്ട് ബന്ധപ്പെട്ട യൂഷ്വൽ ബ്ലഡ് റുട്ടീൻ എക്സാമിനേഷനിലോ മറ്റെന്തെങ്കിലും ഇമേജിംഗ് എക്സാമിനേഷനിലോ ആവാം സാധാരണയായി ഈ പറയുന്ന ഫാറ്റി ലിവർ ഡിസീസിനെ ഡയഗ്നോസ് ചെയ്യപ്പെടുന്നത്. അത് മറ്റ് ലക്ഷണങ്ങളൊന്നും തന്നെ ഒരു ഡയഗ്നോസിസിലേക്ക് ലീഡ് ചെയ്യുന്ന രീതിയിൽ ബിഗിനിങ്ങിൽ ഇതിൽ കാണിക്കാറില്ല.
ഈ നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസിലുള്ള റിസ്ക് ഫാക്ടേഴ്സ് അല്ലെങ്കിൽ അതിൻ്റെ കോംപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞാൽ റിസ്ക് ഫാക്ടേഴ്സായി നമുക്കിവിടെ പറയാൻ പറ്റുന്നത് 45 വയസ്സിന് മുകളിലുള്ള ആളുകളിൽ, അതുപോലെ തന്നെ ഹൈപ്പർ ടെൻഷൻ, ഡയബറ്റീസ് പോലെയുള്ള അസുഖമുള്ള ആളുകളിൽ ഈ അസുഖം വളരെ പ്രോഗ്രസീവ് സ്റ്റേജിലേക്ക് പോകാനുള്ളൊരു സാധ്യതയുണ്ട്. മാത്രമല്ല ഇതിൻ്റെ ഒരു ലേറ്റ് കോംപ്ലിക്കേഷനായി സാധാരണയായി കണ്ടുവരുന്നത് ലിവർ സിറോസിസ് ആണ്. അപ്പോൾ ഇത് തുടക്കം മുതലേ നമ്മൾ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയുകയും അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് പ്രോപ്പറായിട്ട് മാനേജ്മെന്റ് നടത്തുന്നുണ്ടെങ്കിൽ മാത്രമേ ഈ പറയുന്ന ആൾക്ക് ഈ ലിവർ സിറോസിസ് പോലുള്ള അസുഖത്തിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് സാധിക്കുകയുള്ളൂ. മാത്രമല്ല കൃത്യമായ രീതിയിലുള്ള ഒരു ഡയബറ്റിക് മാനേജ്മെന്റ്, അതുപോലെ തന്നെ കൊളസ്ട്രോൾ അല്ലെങ്കിൽ ഫാറ്റ് ഫുഡിന്റെ നിയന്ത്രണം, ഇതൊക്കെ വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ് തടയുന്നതിന് വേണ്ടി. നമ്മൾ വിചാരിക്കുന്ന ഒരു കാര്യം പ്രധാനമായിട്ടും ഈ ഫാറ്റ് അടങ്ങിയ ഭക്ഷണം കഴിക്കുന്നതുകൊണ്ടാണോ ഈ പറയുന്ന നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ് ഉണ്ടാവുന്നത്? തീർച്ചയായും നമ്മൾ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഫാറ്റ് അടങ്ങിയ ഭക്ഷണം കഴിക്കുന്ന അല്ലെങ്കിൽ കൊഴുപ്പടങ്ങിയ ഭക്ഷണം കഴിക്കുന്ന ആളുകളിൽ മാത്രമല്ല, കാർബോഹൈഡ്രേറ്റിന്റെ അമിതമായിട്ടുള്ള ഉപയോഗവും നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ് ഉണ്ടാകുന്നതിന് പ്രധാനപ്പെട്ട ഒരു കാരണം തന്നെയാണ്. അതായത് അമിതമായ ഷുഗറിന്റെ ഉപയോഗം, അമിതമായ ബേക്കറി പ്രോഡക്റ്റിന്റെ ഉപയോഗം, മൈദ പോലുള്ള റിഫൈൻഡ് ഫുഡിന്റെ ഉപയോഗം, ഈ പറയുന്ന ഫുഡ് അങ്ങനെയുള്ള കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ കൂടുതലായി ഉപയോഗിക്കുന്ന ആളുകളിലും ഇങ്ങനെയുള്ള നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ് കൂടുതലായും കണ്ടുവരുന്നതായി നമുക്ക് കാണാൻ കഴിയും. പൊതുവെ എസിംറ്റമാറ്റിക് സ്റ്റേജിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഡിസ്കംഫോർട്ടുകളൊന്നും ഉണ്ടാവുന്നില്ല എങ്കിലും ഇതിന് അഡ്വാൻസ് സ്റ്റേജിലേക്ക് കടക്കുമ്പോഴാണ് പല ലക്ഷണങ്ങളും കണ്ടു തുടങ്ങുന്നത്. പ്രധാനമായും ലിവർ സിറോസിസിന് അല്ലെങ്കിൽ മെറ്റബോളിക് ലിവർ ഡിസീസിൻ്റെതായിട്ടുള്ള പല ലക്ഷണങ്ങളും കാണിച്ചു തുടങ്ങും. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ജോണ്ടിസ് അല്ലെങ്കിൽ മഞ്ഞപ്പിത്തം എന്ന് പറയുന്നത്. അപ്പം കൃത്യമായി ഇങ്ങനെയുള്ള ശാരീരികമായി ഉണ്ടാകുന്ന ചേഞ്ചസ് കൃത്യമായ ഒരു ഡോക്ടറിനെ കാണുകയും ആ ഡോക്ടറിൻ്റെ എക്സ്പേർട്ട് ഒപ്പീനിയനിലൂടെ നമ്മൾ ഈ പറയുന്ന അസുഖത്തിന് ഡയഗ്നോസ് ചെയ്യുകയും ചെയ്യുക. പ്രധാനമായിട്ടും ഡയഗ്നോസിസ് എന്ന് പറയുന്നത് ലിവർ എൻസൈംസ് അല്ലെങ്കിൽ ലിവറിൽ നിന്നുണ്ടാവുന്ന എൻസൈംസിന്റെ ഒരു റേഷ്യോ, അതിന്റെ അളവ് പരിശോധിക്കലാണ്. അതിനൊപ്പം തന്നെ നമുക്ക് പറ്റുന്ന ഒന്നാണ് അൾട്രാസൗണ്ട് അല്ലെങ്കിൽ CT പോലെയുള്ള പ്രധാന ഇമേജിംഗ് ടെക്നിക്സിന്റെ സഹായത്തോടു കൂടി നല്ല രീതിയിൽ ഒരു ഇമേജിംഗ് നടത്തുക. ദെൻ ലിവർ ബയോപ്സി പോലെയുള്ള കൃത്യമായിട്ടുള്ള ഡയഗ്നോസിസിന് വേണ്ടി ലിവർ ബയോപ്സി പോലെയുള്ള ടെക്നിക്സുകൾ നമുക്ക് അല്ലെങ്കിൽ പ്രൊസീജിയേഴ്സ് യൂട്ടിലൈസ് ചെയ്യാം. ഇതൊക്കെ ചെയ്യേണ്ടത് ഒരു ഫിസിഷ്യന്റെ ഇൻസ്ട്രക്ഷനും അതിന്റെ ഫിസിഷ്യന്റെ സൂപ്പർവിഷനോടും കൂടിയാണ്. ഇത് കൃത്യമായി ഒരു ഡോക്ടറെ കണ്ട് അതിന് കൃത്യമായിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് എടുക്കുകയാണ് ഏതൊരാളും ചെയ്യേണ്ടത്. ഇത് ട്രീറ്റ്മെന്റ് മാത്രമല്ല, ഈ ട്രീറ്റ്മെന്റിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു റിവേഴ്സിബിൾ സ്റ്റേജിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നതെന്ന് നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കണം. അത് സ്റ്റിയറ്റോസിസ് എന്ന് പറയുന്ന സ്റ്റേജ് ആണ്. ഇത് റിവേഴ്സിബിൾ ആണെന്ന് ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇവിടെ നമുക്ക് വേണ്ടത് കൃത്യമായിട്ടുള്ള ലൈഫ് സ്റ്റൈൽ മാനേജ്മെന്റ്, അതുപോലെ തന്നെ ഫുഡ് ഡയറ്റ് മാനേജ്മെന്റ്, എക്സസൈസ് മാനേജ്മെന്റ് ആണ്. അപ്പോൾ ഈ വീഡിയോയിൽ കൃത്യമായും ഞാനിപ്പോൾ പറഞ്ഞത് ഫാറ്റി ലിവർ ഡിസീസിനെ കുറിച്ചാണ്. അടുത്ത വീഡിയോയിൽ ഈ ഫാറ്റി ലിവർ ഡിസീസിനെ എങ്ങനെ നമുക്ക് ഈ പറയുന്ന ഡയറ്ററി മാനേജ്മെന്റ്, നമ്മുടെ ലൈഫ് സ്റ്റൈൽ മാനേജ്മെന്റ് അല്ലെങ്കിൽ ഫുഡ് മാനേജ്മെന്റിലൂടെ നമുക്ക് എങ്ങനെ കൺട്രോൾ ചെയ്യാമെന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. തീർച്ചയായും നിങ്ങൾ അടുത്ത വീഡിയോയും കാണുക. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.